الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يعض الظالم على يديه فيقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين الشاكرين والحمد لله رب العالمين. ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിത ഇടപാടുകളെ മുഴുവനും റൂഹ് കഴിയുന്ന നേരം വരെയും തഖ്വയുടെ താല്പര്യത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ തൃപ്തിക്ക് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെയും നിലനിന്നു പോകാൻ, ഈ ലോകത്തു നിന്ന് അന്ത്യശ്വാസം വലിക്കുന്നത് അല്ലാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിലായിരിക്കാൻ, സജ്ജനങ്ങളോടൊപ്പം നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, അന്തിമമായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വ കൊണ്ട് മാത്രമേ നമ്മുടെയും നമ്മുടെ മക്കളുടെയും ദുനിയാവ് മെച്ചപ്പെടുകയുള്ളൂ, ആഖിറത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയുടെ പാതയെ സ്വീകരിക്കാനും കാത്തു സൂക്ഷിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനാനന്തര ജീവിതത്തിൽ അഥവാ പെരുന്നാളും പരീക്ഷകളും കഴിഞ്ഞതിന് ശേഷമുള്ള സന്ദർഭത്തിൽ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിനും അനിവാര്യമായും നമ്മൾ പരിഗണിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2 ഖുതുബകളിലായി സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പെടുത്തുകയുണ്ടായത്. പൈശാചിക പ്രലോഭനങ്ങളോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയമായ വിശുദ്ധിയെ, അല്ലാഹുവുമായുള്ള ആത്മബന്ധവും ഒക്കെ കാത്തു സൂക്ഷിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ഇത്തവണ പെരുന്നാളും പരീക്ഷകളും ഒക്കെ കഴിഞ്ഞ അവധിക്കാലത്തിലാണ് റമദാനാനന്തര ജീവിതം
നമ്മൾ കടന്നു പോകുന്നത് എന്നതുകൊണ്ട് നമ്മുടെ മക്കളുടെ അവധിക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടു കൂടിയുള്ള ചില ചിന്തകളും അതിൻ്റെ തുടക്കം എന്ന നിലക്ക് ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായി. പലപ്പോഴും പുതിയ കാലത്ത് കുട്ടികൾ ഹോസ്റ്റലുകളിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലും ഒരുപക്ഷെ ഇന്ത്യക്ക് പോലും പുറത്തുപോയി പഠിക്കുന്ന മക്കളുടെ കാലമാണ്. അതേസമയം ഈ അവധിക്കാലത്ത് ഒരു പരിധിവരെ മക്കൾ വീടുകളിൽ നമ്മുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മക്കളുടെ കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒഴിവ് വേളകൾ, കുട്ടികളുടെ വെക്കേഷൻ കാലം, അവരുടെ ഒഴിവ് വേളകൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ചില വസ്തുക്കളുണ്ട്. അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ കഴിഞ്ഞ 10 മാസം, അവർ കടന്നുപോയ 10 മാസങ്ങൾ എന്ന് പറയുന്നത്, അവർ ആ 10 മാസം അവർ ചെലവഴിക്കുന്നത് ജീവിതത്തിന്റെ മൗലികമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് വലിയ ഗൗരവത്തിലൊന്നും ചിന്തിക്കാൻ അവസരം ലഭിക്കാതെയാണ്. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ലഭിച്ചിട്ടുണ്ടാകില്ല. കാരണം അവർ പഠനത്തിന്റെ തിരക്ക് പിടിച്ച നാളുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഏതൊക്കെ ആദർശങ്ങളും വിശ്വാസങ്ങളുമാണോ അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി തീരേണ്ടത്, എന്തൊക്കെ മൂല്യങ്ങളാണോ അവരുടെ ജീവിതത്തിന്റെ അസ്ഥിവാരമായി തീരേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ വേണ്ടത്ര ഗൗരവത്തിൽ ചിന്തിക്കാതെയാണ് നമ്മുടെ മക്കളുടെ 10 മാസം കടന്നുപോയിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന ഒഴിവ് വേളകൾ അവരുടെ ജീവിതത്തിന്റെ അസ്ഥിവാരമായി തീരേണ്ട, അടിസ്ഥാനമായി തീരേണ്ട യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ അല്പമെങ്കിലും പ്രയോജനപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വെക്കേഷനിലും കുട്ടികൾക്ക് വിശ്രമം നൽകാതെ അവരെ വാരി വലിച്ച് പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. വിനോദങ്ങൾക്ക് ഉള്ള അവസരങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ, മാതാപിതാക്കളുടെ സ്നേഹ പരിലാളനകളിൽ, അവരുടെ സംരക്ഷണത്തിൽ തന്നെ പടച്ചവനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും നമ്മൾ കടന്നു പോകുന്ന ഐഹിക ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചുമൊക്കെയുള്ള ബോധം നമ്മളുടെ മക്കൾക്കുണ്ടാക്കാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഈ വെക്കേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ഒക്കെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന നമ്മുടെ പേരക്കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതവർക്കൊരു കേട്ടുകേൾവിയായാൽ പോരാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതവർക്കൊരു കേട്ടുകേൾവിയായാൽ പോരാ. പലപ്പോഴും നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഒരു പരിമിതി ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു 10-11 വയസ്സ് വരെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിൽ ആ കുട്ടിക്ക് ഉൾക്കൊള്ളാവുന്നത് പഠിപ്പിക്കാനേ മദ്രസ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുകയുള്ളൂ. പക്ഷെ കുട്ടികളുടെ ബുദ്ധിയും വിവേകവും ഒക്കെ വർദ്ധിച്ചു വരുന്ന, കുട്ടിയുടെ മുതിർന്ന പ്രായമാകുമ്പോൾ, കുട്ടികൾക്ക് വിവേകമെത്തുമ്പോൾ, കൗമാരത്തിലേക്കൊക്കെ മക്കൾ കടക്കുമ്പോൾ ഇതിന്റെ ഒരു തുടർച്ച ലഭ്യമാക്കാനുള്ള സാഹചര്യം പലപ്പോഴും നമ്മുടെ സമുദായത്തിൽ പരിമിതമായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതവിദ്യാഭ്യാസത്തെയും ഭൗതിക വിദ്യാഭ്യാസത്തെയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക കലാലയങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. പൊതുവെ ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചകൾ ലഭിക്കാനുള്ള സാധ്യതകൾ പലപ്പോഴും സമുദായത്തിൽ വിരളമാണ്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ഒക്കെ കേവലം ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എന്ന രീതിയിൽ അവർ പഠിച്ച ഒരു അവസ്ഥയിൽ അവർക്കുണ്ടാകും. പക്ഷെ അവർ വളർന്നു വരുന്ന കാലം ഏതാണ്, അവർ പിന്നീട് ഇടപെടുന്ന ഇടങ്ങൾ എവിടെയാണ്, പൊതു കലാലയങ്ങളിൽ നിന്ന്, ക്യാമ്പസുകളിൽ നിന്ന്, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അവർ കിട്ടുന്ന വിദ്യാഭ്യാസവും അവിടെ നിലനിൽക്കുന്ന പൊതുബോധവും ഒക്കെ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ ലിബറലിസത്തിന്റെയും യുക്തിവാദത്തിന്റെയും നിരീശ്വര പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കടന്നുകയറ്റം നമ്മുടെ മക്കളെയും സ്വാധീനിക്കാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണണം. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം എന്നതൊക്കെ പറയുന്നത് നമ്മുടെ മക്കൾക്ക് മദ്രസയിലെ ഒരു കേവലമായ അക്കാദമികമായ ഒരു പഠനമായ അവരുടെ മനസ്സിലുണ്ടായാൽ പോരാ, മറിച്ച് നമ്മുടെ ജീവിത ഇടപാടുകളിൽ നിന്നും നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്നും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ബോധ്യമായി തീരണം പടച്ചവനും പരലോകവും ഒക്കെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിത ഇടപാടുകൾ കാണുമ്പോൾ, നമ്മുടെ ജീവിത ഇടപാടുകളിലുള്ള നമ്മുടെ സൂക്ഷ്മത കാണുമ്പോൾ, അതുപോലെ തന്നെ നമസ്കാരത്തിലും മറ്റ് ആരാധനകളിലുമൊക്കെയുള്ള നമ്മുടെ താല്പര്യവും നമ്മുടെ കൃത്യനിഷ്ഠയും ഒക്കെ കാണുമ്പോൾ, സാമ്പത്തിക ഇടപാടുകളിലെ ഹലാൽ ഹറാമുകളുടെ ഒക്കെ കാര്യത്തിലുള്ള നമ്മുടെ സൂക്ഷ്മതകൾ കാണുമ്പോൾ, മറ്റു ജനങ്ങളുമായി ഇടപഴകുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇസ്ലാമികമായ മര്യാദകൾ കാണുമ്പോൾ,
കുട്ടികൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹുവിനെയും പരലോകത്തെയും ഇസ്ലാമിക ജീവിതക്രമത്തെയും ഒക്കെ ബോധ്യപ്പെടാനുള്ള അവസരമായി അത് മാറണം. അങ്ങനെ ജീവിത അനുഭവങ്ങളിലൂടെ പടച്ചവനെയും പരലോകത്തെയും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് അവരെ കൂടെ നിർത്തി പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള അവസരമായി, സന്ദർഭമായി പ്രിയമുള്ളവരെ ഈ ഒഴിവുവേളകൾ, ഈ വെക്കേഷൻ നമുക്ക് പ്രയോജനപ്പെടണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. സ്വന്തം നിലക്ക് ഇസ്ലാമിക ജീവിതത്തിന്റെ മാതൃകകളാവാതെ മക്കളെ കേവലം പ്രാഥമികമായ മദ്രസ ക്ലാസ്സുകളിൽ അയച്ചതുകൊണ്ട് മാത്രം, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ഹോസ്റ്റൽ സൗകര്യത്തിൽ നിന്ന് പഠിപ്പിച്ചത് കൊണ്ട് മാത്രം മക്കൾ മതനിഷ്ഠയുള്ളവരാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. മറിച്ച് ഇസ്ലാമിക ജീവിതത്തിന്റെ ലിവിംഗ് എഡിഷനുകളായി, ഇസ്ലാമിക ജീവിതത്തിന്റെ ജീവിക്കുന്ന മാതൃകകളായി നമ്മൾ മാറുക എന്നതാണ് അതിന് ഏറ്റവും മികച്ച വഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കേവലം കുട്ടികൾക്ക് ഉപദേശകരായി മാത്രം മാറുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. മക്കളോട് ഖുർആൻ ഓതാൻ പറയുന്ന നമ്മൾ മാതാപിതാക്കൾ ഖുർആൻ പാരായണത്തിൽ എത്രത്തോളം നിഷ്ഠ പുലർത്തുന്നുണ്ട്? മക്കളോട് ആരാധനാ കാര്യങ്ങളിൽ നിഷ്ഠ പാലിക്കാനും അത് കൃത്യസമയത്ത് നിർവഹിക്കാനും ആവശ്യപ്പെടുന്ന നമ്മൾ അത് സമയത്ത് അതിന്റെ ആ ആദ്യ വക്തിൽ തന്നെ പള്ളിയിലെത്തി ജമാഅത്ത് നമസ്കരിക്കുന്നതിൽ നമ്മൾ നിഷ്ഠ പുലർത്താറുണ്ടോ? നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു ഹദീസ് നമ്മൾ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലിമു ഔലാദക്കും സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅൽ വഇദാ ഹദ്ദസ്തുമൂഹും ഫലാ തക്ദിബു അലൈഹിം വഇദാ വഅദ്തുമൂഹും ഫലാ തുഖ്ലിഫു വഅദക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കുക. അവരോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് കളവ് പറയാതിരിക്കുക. മക്കളോട് കളവ് പറയുമ്പോൾ പറയുന്നതിനോടുള്ള ഒരു ലാഘവബോധം മക്കളിൽ വളർന്നു വരാൻ അത് ഇടയാക്കും. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് നിങ്ങൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ സംസ്കാരം, മര്യാദ എന്ന് പറയുന്നത്, മക്കളുടെ സംസ്കരണത്തിന്റെ പ്രഥമ പടി എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തന്നെ സംസ്കരണമാണ്. നിങ്ങളുടെ തന്നെ സംസ്കരണമാണ്. ഇസ്ലാഹക്കലി നഫ്സിക്, നിങ്ങളെ തന്നെ സ്വയം സംസ്കരിക്കുക എന്നതാണ്, സ്വന്തത്തെ നന്നാക്കലാണ് മക്കളെ സംസ്കരിക്കുന്നതിന്റെ പ്രഥമ പടി എന്ന് പറയുന്നത്. കാരണം അവരുടെ കണ്ണുകളും കാതുകളും ഒക്കെ നിങ്ങൾക്ക് മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കണ്ണുകളൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് അവർ കാണുന്നതാണ്, നിങ്ങൾ നന്മ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലാത്തത്, തിന്മയായി അവർ മനസ്സിലാക്കുന്നത്, ഒഴിവാക്കപ്പെടണമെന്ന് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണ്. അപ്പോ നമ്മളിൽ നിന്ന് ഇസ്ലാഹിന്റെ പ്രഥമ പാഠങ്ങൾ സ്വയം സംസ്കരണം സിദ്ധിച്ചവരാവുക എന്നത് മക്കളുടെ സംസ്കരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി സഹോദരി സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മൗലിക പ്രമാണങ്ങളുമായി, നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളുമായി നമ്മുടെ മക്കളെ ബന്ധപ്പെടുത്താനുള്ള അവസരമായി ഈ അവധിക്കാലം നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്താണ് നമ്മുടെ മൗലിക പ്രമാണങ്ങൾ? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെയാണ്. ഖുർആൻ ധാരാളമായി നമ്മുടെ മക്കൾ പാരായണം ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം. ഖുർആനുമായി ഒരു നിരന്തര ബന്ധം നമ്മുടെ മക്കൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണം. മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലെ സന്ധ്യാസമയങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മധുര മനോഹരമായ ശബ്ദങ്ങളായിരുന്നു. വീടുകളിൽ സന്ധ്യാസമയങ്ങളെ മനോഹരമാക്കിയിരുന്നത്. ഇന്ന് ആ സ്ഥാനം അത് വളരെ അപൂർവമായിട്ടേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇന്ന് പടച്ചവനിലേക്ക് ഉയർന്നിരുന്ന കൈകൾക്ക് പകരം ആകാശത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് ഡിഷുകളാണ് പലപ്പോഴും വീടുകളിൽ നമ്മൾ കാണുന്നത്. പലപ്പോഴും ചാനലുകൾ പുറത്തുവിടുന്ന സംഗീതമാണ് പലപ്പോഴും വീടുകളുടെ വൈകുന്നേരങ്ങളെ ശബ്ദസ്മുഖരിതമാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, ചാനലുകൾ പുറത്തുവിടുന്ന സംഗീതമല്ല നമ്മുടെ സന്ധ്യാസമയങ്ങളെ ധന്യമാക്കേണ്ടത്. ഞാൻ കേബിളുകളും ഡിഷുകളും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതേസമയം സൗകര്യങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും വളർച്ചയിൽ നമുക്ക് നഷ്ടപ്പെട്ടതെന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ്. സാങ്കേതിക വിദ്യയുടെയും സൗകര്യങ്ങളുടെയും വളർച്ചയിലും വികാസത്തിലും നമുക്ക് നഷ്ടപ്പെട്ടത് എന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, നമ്മുടെ വീടുകളെ ഖുർആൻ പാരായണം കൊണ്ട് ജീവിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കളെ അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് വമ്പിച്ച പ്രോത്സാഹനം നമ്മുടെ മക്കൾക്ക് നൽകണം. നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളെ ഖുർആനുമായി ബന്ധിപ്പിക്കാനുള്ള സന്ദർഭമായി മക്കളെ നമുക്ക് കൂടുതൽ അടുത്ത് കിട്ടുന്ന ഈ അവധിക്കാലം നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്.
അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹദീസുകൾ, മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം സഹായകമായ ചെറിയ ചെറിയ വളരെ ചെറിയ ലഫ്ലുകൾ മാത്രമുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക ജീവിതത്തിൽ. ഖുലിൽ ഹഖ്ക വലൗ കാന മുറ, വളരെ ചെറിയ ഹദീസാണ്. ഖുലിൽ ഹഖ്ക വലൗ കാന മുറ, നീ സത്യം മാത്രമേ പറയാവൂ, അത് എത്ര അരോചകമായാലും ശരി, സത്യം മാത്രമേ പറയാവൂ. ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ ഹദീസുകളുണ്ട് അല്ലെ. ലൈസ ഷദീദു അനിസുറ, ലൈസ ഷദീദു അനിസുറ, ശക്തമാൻ എന്ന് പറയുന്നത്, നല്ല ബലവാൻ എന്ന് പറയുന്നത് യുദ്ധത്തിൽ അതുപോലെ ഗുസ്തിയിൽ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിന്റെ പേരല്ല. ലൈസ ഷദീദു ബിസ്സുറ, ഗുസ്തിയിൽ മൽപിടുത്തത്തിൽ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നവരല്ല ശക്തൻ എന്ന് പറയുന്നത്. മറിച്ച് ഇന്നമ ഷദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഖദബ്, കോപം വരുമ്പോ സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ എന്ന് പറയുന്നത്, അവനാണ് ബലവാൻ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ ഹദീസുകൾ മക്കളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന, അവരുടെ മുൻഗണനാക്രമങ്ങളെ ശരിയായ വിധത്തിൽ ക്രമീകരിക്കാൻ സഹായിക്കുന്ന, അവരിൽ ഇസ്ലാമിക ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഏറെ പ്രയോജനപ്രദമായ ചെറിയ ചെറിയ ഹദീസുകൾ അത് പഠിപ്പിക്കാൻ നമുക്ക് കഴിയും. കുട്ടികളിൽ ജീവിതത്തിന്റെ ലക്ഷ്യം കരുപ്പിടിക്കുന്നതിൽ, അവരുടെ വ്യക്തിത്വ വികാസത്തിൽ സഹായകമാകുന്ന ഇതുപോലുള്ള ചെറിയ ഒരുപാട് ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ശീലമാക്കാൻ ഈ അവധിക്കാലം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതും അവർ നമ്മിൽ നിന്നും അനുഭവിച്ചറിയാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാം. ഇപ്പൊ വീടുകളിൽ പലപ്പോഴും നമുക്ക് ഒരു ബർക്കത്തുള്ള വീട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വീട് ഒരു ബർക്കത്തുള്ള വീടാകണം. പടച്ചവൻ എന്നുള്ള റഹ്മത്തിന്റെയും ബർക്കത്തിന്റെയും സാന്നിധ്യം, മലക്കുകളുടെ സാന്നിധ്യം വീട്ടിലുണ്ടാകണം. എങ്ങനെയാണ് ഒരു വീട് ബർക്കത്തുള്ള വീടാവുക? ഒരു വീട് ബർക്കത്തുള്ള വീടാവാനുള്ള അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ. ഒന്ന്, നമസ്കാരം നിലനിർത്തപ്പെടുന്ന വീടുകളാവുക എന്നതാണ്. ഒന്നാമതായി നമസ്കാരം നിലനിർത്തപ്പെടുന്ന വീടുകൾ. രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന വീടുകൾ. മൂന്നാമതായി വീട്ടിനുള്ളിലുള്ളവർ ഒരു നേരമെങ്കിലും ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന വീടുകൾ. ഇപ്പൊ വെക്കേഷൻ അല്ലാത്ത സമയത്ത് പലപ്പോഴും വീടുകളിൽ ഇത് സാധ്യമാവുകയില്ല. വീട്ടിനുള്ളിലുള്ളവർ ജോലിക്ക് പോകുന്നതും, കുടുംബനാഥൻ ജോലിക്ക് പോകുന്നതും, മക്കൾ സ്കൂളിൽ പോകുന്നവരും, ചിലപ്പോ കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ വെക്കേഷൻ കാലത്ത് മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, മക്കളും പേരക്കുട്ടികളും ഒക്കെ വീടുകളിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, വീട്ടിനുള്ളിലുള്ളവർ ഒരു നേരമെങ്കിലും ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന ഒരു അന്തരീക്ഷം, പ്രിയമുള്ളവരെ, ഒരു ബർക്കത്തുള്ള വീടിന്റെ ലക്ഷണമാണ്. ആ സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ച്, ഭക്ഷണത്തിന്റെ മര്യാദകളെ കുറിച്ച്, പ്രാർത്ഥനകളെ സംബന്ധിച്ച് കുട്ടികൾക്ക് നമുക്ക് അടുത്തിരുത്തി പഠിപ്പിക്കാനുള്ള അവസരമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വഖിനാ അദാബന്നാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടികളോട് ഓർമ്മിപ്പിക്കാം, അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് അനുഷ്ഠിക്കുന്നതിന് പ്രായോഗികമായ പരിശീലനം നൽകാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പോലും പ്രവാചകൻ പഠിപ്പിക്കുന്നത് നരകശിക്ഷയെ തൊട്ട് കാവലിനെ തേടാണ് അല്ലെ. നരകശിക്ഷയെ തൊട്ട് കാവലിനെ തേടാം. പടച്ചവനെ നീ നൽകിയ റിസ്ഖിൽ, അപ്പൊ ഇത് നമ്മുടെ അധ്വാനം കൊണ്ട് ലഭിച്ചതല്ല, ഇത് മക്കൾക്ക് പകർന്നു നൽകേണ്ട ഒരു പാഠമാണ്. എന്തിനും ഏതിനും ആർത്തിക്ക് പുറകെ പോകുന്ന ഒരു കൾച്ചർ ഓൺലൈൻ ഗെയിമുകളിലൂടെ വ്യാപകമായി നമ്മുടെ മക്കളുടെ മനസ്സിലേക്കും മസ്തിഷ്കത്തിലേക്കും അടിച്ചു കയറ്റാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, പല ഓൺലൈൻ ഗെയിമുകളുടെയും അവസ്ഥ എന്താണ്? മക്കളെ സൗകര്യ സങ്കല്പങ്ങളുടെ പുതിയ ലോകം അവന് മുമ്പിൽ തുറന്നു കൊടുക്കുകയാണ്. അത് നേടിയെടുക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഹലാൽ ഹറാമുകളുടെ പരിധികളൊന്നും അവർക്ക് ബാധകമല്ല. എന്ത് തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിയും, എന്ത് അതിക്രമങ്ങൾ ചെയ്തിട്ടും, മറ്റുള്ളവരെ കൊള്ളയടിച്ചിട്ടായാലും കൊല നടത്തിയിട്ടായാലും കുഴപ്പമില്ല, ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ, ധാരാളമായി പണമുണ്ടാക്കാൻ, അങ്ങനെ ജീവിതം മെച്ചപ്പെടുത്താൻ, ഇത്തരം കുറ്റകരമായ, ഒരിക്കലും നമ്മുടെ മക്കളുടെ ഭാവിക്ക് ഗുണകരമല്ലാത്ത ഓൺലൈൻ ഗെയിമുകളുടെ ഒരു കാലത്ത് നമ്മുടെ മക്കൾക്ക് ദുനിയാവിന്റെ ക്ഷണികതയെക്കുറിച്ച്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അവൻ നൽകുന്ന റിസ്ഖിനെ സംബന്ധിച്ച് ഒക്കെ ബോധ്യപ്പെടുത്തേണ്ട അവസരം എത്രയാണ് റസൂൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ, പടച്ചവനെ നീ നൽകിയതിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ. അപ്പൊ ഇതിന്റെ ഉടമസ്ഥത ആരിലാണ്? നമുക്ക് അന്നം നൽകുന്നവൻ ആരാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം മക്കളിൽ വളർത്തി എടുക്കുകയാണ്. എന്നിട്ട് നരകശിക്ഷയെ തൊട്ട് കാവലിനെ തേടുകയാണ്. പടച്ചവനെ എന്റെ അറിവിൽ ഇതിൽ ഹറാമിന്റെ അംശങ്ങളൊന്നും കലർന്നിട്ടില്ല എന്നാണ് എന്റെ ബോധ്യം. പക്ഷെ എന്റെ അറിവിനപ്പുറത്ത്, എന്റെ പരിധിക്കപ്പുറത്ത് ഇതിൽ അങ്ങനെയുള്ള വല്ല അംശങ്ങളും കലർന്നിട്ടുണ്ടെങ്കിൽ പടച്ചവനെ ഞങ്ങളെ നരകശിക്ഷയ്ക്ക് അത് കാരണമാക്കല്ലേ. നാഥ, നീ നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോഴും, നീ നൽകിയ റിസ്ക് ആഹരിക്കുമ്പോഴും അതിന് നന്ദി കാണിക്കാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ അതും നാളെ നരകശിക്ഷയ്ക്ക് കാരണമാകരുതല്ലോ.
ഇങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങൾ ആ കൊച്ചു ഹദീസിലുണ്ടല്ലോ. അള്ളാഹുവിന്റെ നാമത്തിൽ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കാം. അതുപോലെ ഞാൻ ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ മക്കളെ കൂടെ ഇരുത്തി കൂടെ നിർത്തി അൽസിമു ഔലാദക്കും അഹ്സിനു അദബഹും എന്ന് പറയുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമായി നമ്മൾ ഇത് എടുക്കണമെന്നാണ് പറയുന്നത്. മക്കളുടെ മാനസിക വികാസത്തിനുള്ള അവസരമായും അവധിക്കാലത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സാന്നിധ്യം നൽകാൻ കഴിയുക എന്നതാണ്. മക്കളുടെ കൂടെ, മക്കളായാലും പേരക്കുട്ടികളായാലും ജീവിതത്തെക്കുറിച്ച് അത്യാവശ്യം കാഴ്ചപ്പാടുള്ള മാതാപിതാക്കളും വല്യപ്പമാരും വല്യമ്മമാരും ഒക്കെ കുട്ടികളുടെ കൂടെ ഒരല്പസമയം ചെലവഴിച്ച് ഇനി മതിയാകൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏതൊരു മക്കളെ വളർത്താനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും വേണ്ടിയാണോ നമ്മൾ അത്യധ്വാനം ചെയ്യുന്നത്, ആ മക്കളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിന് വലിയ പങ്കുണ്ട് നമ്മൾ തിരിച്ചറിയണം. അതാണ് റസൂലുള്ളാഹി പറയുന്നത്, അൽസിമു ഔലാദക്കും വഅഹ്സിനു അദബഹും. മക്കളെ നിങ്ങൾ, എത്ര വളരെ മനോഹരമായ ഒരു നിർദ്ദേശവും ഉപദേശവുമാണത്. പ്രവാചകന്റെ ആ പ്രയോഗം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളിലേക്ക് ചേർത്ത് നിർത്തുക, എന്നിട്ട് അവരെ സ്വഭാവചര്യകൾ നിങ്ങൾ നന്നാക്കിയെടുക്കുക എന്നാണ്. കുട്ടികളെ, മക്കളെ നമ്മിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടല്ല അവർ അദബുകൾ പഠിപ്പിക്കേണ്ടത്. നമ്മോടൊപ്പം ജീവിക്കാൻ കുട്ടികളെ അനുവദിച്ചുകൊണ്ടാണ് അവരിൽ നല്ല സ്വഭാവങ്ങൾ വളർത്താൻ ശ്രമിക്കേണ്ടത്. മക്കളെ കേൾക്കാനും അവരോട് സംസാരിക്കാനും കുറഞ്ഞ സമയമെങ്കിലും നമുക്കുണ്ടാകണം. പലപ്പോഴും തൊട്ടടുത്ത റൂമിൽ ഇരുന്നു കൊണ്ട് മാതാപിതാക്കളോട് അവരുടെ ആവശ്യങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പങ്കുവെക്കുന്ന, അതല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ മക്കൾക്ക് മാതാപിതാക്കളോട് ആശയവിനിമയങ്ങൾ നടത്തുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. മൂന്നാമതായി നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വിനോദങ്ങൾക്കുള്ള അവസരം നൽകുക എന്നതാണ്. വിനോദങ്ങൾക്കുള്ള അവസരം നൽകുക എന്നതാണ്. വിനോദത്തിനുള്ള അവസരങ്ങളും ആവശ്യത്തിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ നന്മയുടെ വഴിയിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. വിനോദത്തിനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് തന്നെ. ഇന്ന് നമ്മൾ കാണുന്ന പൊതുവായ ഒരു പ്രവണത സോഷ്യൽ ലൈഫിൽ നിന്നും മക്കൾ അകന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. സോഷ്യൽ ലൈഫിൽ നിന്നും മക്കൾ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കളിക്കളങ്ങൾ മക്കൾക്ക് കൂട്ടുകാരൊത്ത് ചെലവഴിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്മയുടെ കൂട്ടുകെട്ടുകളാകണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. കേവലം ഉല്ലാസം മാത്രമല്ലല്ലോ കളികൾ എന്ന് പറയുന്നത്, മറിച്ച് അവരുടെ ശാരീരികമായ വ്യായാമത്തിനും മാനസികമായ ആരോഗ്യത്തിനും അനിവാര്യമാണ് ഈ ഇത്തരം വിനോദങ്ങൾ എന്ന് പറയുന്നത്. കളിച്ചു വളരാൻ അവസരം ലഭിക്കാത്ത മക്കൾ, അത് നമ്മൾ മനസ്സിലാക്കണം. കളിച്ചു വളരാൻ അവസരം ലഭിക്കാത്ത മക്കൾ ഭാവിയിൽ സംഭവിക്കുന്നത് ഒന്നുകിൽ അവർ അന്തർമുഖികളായി തീരുന്നു എന്നതാണ്, അതല്ലെങ്കിൽ പലപ്പോഴും അവർ സാമൂഹ്യ വിരുദ്ധരായി തീരാനുള്ള സാധ്യതകളും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണണം. അപ്പൊ അർത്ഥത്തിൽ കുട്ടികൾക്ക് കളിക്കളങ്ങളിൽ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കളിക്കളങ്ങളിൽ അവർക്ക് അവസരം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യവും നമ്മൾ ഉണ്ടാക്കണം. ഒഴിവുവേളകളെ കുറിച്ച് പറയുമ്പോൾ അത് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അനുഗ്രഹമാണ്, നിഅമത്താൻ എന്നാണ്. നിഅമത്താൻ, രണ്ട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഒഴിവുവേളകളും ആരോഗ്യവും. അധിക മനുഷ്യരും വഞ്ചിതരായി പോകുന്നത്. അപ്പൊ അത് നിഅമത്താണ്. ഒഴിവുവേളകൾ അനുഗ്രഹമാണ്. പക്ഷേ അനുഗ്രഹത്തെ നമ്മൾ മനസ്സ് വെച്ച് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അത് അപകടകരം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചിട്ടയുള്ള ഒരു ജീവിതം നയിച്ചിരുന്നിടത്ത് നിന്നാണ് കുട്ടികൾ ചിട്ടയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ 10 മാസം അവർ ചിട്ടയോടുകൂടിയുള്ള ജീവിതത്തിലായിരുന്നു. നമ്മുടെ മക്കൾ ഒരു ഷെഡ്യൂൾഡ് ലൈഫിലായിരുന്നു കഴിഞ്ഞ 10 മാസം വിദ്യാഭ്യാസ കാലത്തുണ്ടായിരുന്നത്. അതിൽ നിന്നും ചിട്ടയില്ലാത്തൊരു ജീവിതത്തിലേക്ക് അവർ മാറുകയാണ്. നമ്മുടെ ശ്രദ്ധ ഇല്ലാതിരിക്കുമ്പോൾ, നമ്മുടെ ഒരു മേൽനോട്ടം ഇല്ലാതിരിക്കുമ്പോൾ കുട്ടികൾ അവരുടെ ഒഴിവുവേളകൾ എങ്ങനെയാണ് ചെലവഴിക്കുക എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും ഇത്തരം ഒഴിവുവേളകളിലാണ് പല കുട്ടികളും പലതരത്തിലുള്ള അനാവശ്യമായ പ്രവണതകളും മക്കളിൽ കടന്നുകൂടുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. മുമ്പ് കാലത്തൊക്കെ മക്കൾ പുറത്തുപോയി ചീത്ത കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് മക്കളുടെ സ്വഭാവം മോശമായിരുന്നത് എങ്കിൽ ഇന്ന് വീടിനകത്ത് തന്നെ, നമ്മുടെ വീടുകൾക്കകത്ത് തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈലും കമ്പ്യൂട്ടറും കേബിൾ ടിവിയും ഇന്റർനെറ്റും ചാറ്റിങ്ങും ഒക്കെയായി ഒരുപക്ഷെ സൈബർ സെക്സിന്റെ ലോകം തന്നെ മക്കളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വീടുകൾക്കകത്തു നിന്ന് തന്നെ വൃത്തികേടുകളുടെ വൈറസുകൾ കുട്ടികളെ കീഴ്പ്പെടുത്തുന്ന ഒരു കാലമാണിത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അതിജാഗ്രതയോടുകൂടിയ തുറന്നു വെച്ച കണ്ണുകൾ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. നമ്മുടെ കുടുംബഘടനയെ തകർക്കുന്നതിന് വേണ്ടി, കുടുംബത്തിൽ നിന്നും ലഭിക്കുന്നതൊക്കെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി മൂലധന ശക്തികൾ, ആഗോളീകരണ ശക്തികൾ, ലിബറൽ യുക്തിവാദികളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം തകർക്കാൻ ആസൂത്രണം നടത്തുന്നത് സദാചാര മേഖലയാണ്.
സദാചാര ബോധത്തെ തകർക്കുക, ധാർമ്മിക ശേഷിയെ ചോർത്തിക്കളയുക എന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തെ കുറിച്ച് നല്ല ധാരണ നമുക്കുണ്ടാകണം. മക്കളുടെ സദാചാര സങ്കല്പത്തെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും കേൾവികളുമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈംഗികമായ ആഭാസത്തരങ്ങൾക്ക് മനോഹരവും ആകർഷകവുമായ പേരുകൾ നൽകി അവർ അവയ്ക്കൊക്കെ മാന്യതയുടെ പരിവേഷം നൽകുന്ന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ദൃശ്യമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളും ഒക്കെ ഈ സദാചാര വൈകൃതങ്ങൾക്ക് വലിയ കവറേജും വലിയ പ്രചരണവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചാനലുകൾ പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി കൂടുതൽ അശ്ലീലമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നല്ല, ലൈംഗിക വിദ്യാഭ്യാസം എന്ന പേരിൽ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ലൈംഗികാഭാസത്തിന്റെ വിദ്യാഭ്യാസമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു തലമുറയുടെ സദാചാര ജീവിതത്തിൽ വളരെ ഗുരുതരമായ മൂല്യച്യുതിക്ക് ഇടയാക്കുന്ന, വഴിവെക്കുന്ന വിദ്യാഭ്യാസമാണ് പലപ്പോഴും മക്കൾക്ക് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, സ്വന്തം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാരിത്രം സൂക്ഷിക്കാൻ പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് വിളിക്കുക? അത്തരത്തിലുള്ള അപകടകരമായ പ്രവണതകളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ മാറി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞാൻ അധികം വിശദീകരിക്കേണ്ടതില്ല. ഇത്തരം വിദ്യാഭ്യാസത്തിലൂടെ പാശ്ചാത്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലൈംഗികമായ അരാജകത്വത്തിലേക്കാണ് പുതിയ തലമുറയെ നയിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഉത്തരവാദപ്പെട്ടവർക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വതന്ത്ര ലൈംഗികതയുടെയും ലിബറൽ കാഴ്ചപ്പാടുകളുടെയും ഒക്കെ പ്രചാരണത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിന്റെ സംസ്കാരത്തിലും ഇസ്ലാമിന്റെ സദാചാര മര്യാദകളിലും അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം നമ്മുടെ വീടുകൾക്കകത്ത് നിന്നുകൊണ്ട് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. വിശ്വാസത്തിന്റെ ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതിരോധ ശക്തി നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങൾ നമ്മളറിയാതെ അന്യം നിന്ന് പോകുമെന്ന് നമ്മൾ ഭയപ്പെടണം. ഇൽമും ഈമാനും ഈമാനിന്റെ അടിത്തറയിലുള്ള ഇബാദത്തുകളും ജീവിതത്തിന്റെ അവിഭാജ്യമായി മാറുന്ന ഒരവസ്ഥ നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം. അങ്ങനെ അത്തരം ജീവിതത്തിന്റെ പരിശീലനത്തിനുള്ള മികച്ച അവസരമായി ഈ അവധിക്കാലം മാറണം. അവധിക്കാലത്തിന് ശേഷം അവർ കേരളത്തിനകത്തും പുറത്തുമുള്ള സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പോകുമ്പോൾ എവിടെ പോയാലും നമ്മുടെ മക്കളും പേരക്കുട്ടികളും ഒക്കെ എവിടെ പോയാലും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ എവിടെ പോയാലും എത്തുന്നിടത്ത് അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കുവാൻ നമ്മുടെ മക്കൾ പ്രാപ്തരാകണം. ഇസ്ലാമികമായ ഐഡന്റിറ്റി അപകർഷതാബോധമില്ലാതെ അഭിമാനബോധത്തോടുകൂടി കൊണ്ടു നടക്കാൻ അവർക്ക് കഴിയണം. അഭിമാനത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. റിസൾട്ടുകളൊക്കെ ഇപ്പോ പ്രതീക്ഷിച്ചിരിക്കുകയാണ് രക്ഷിതാക്കൾ. പലപ്പോഴും റിസൾട്ടുകൾ വരുന്നതിന് മുമ്പ് തന്നെ മക്കളുടെ ഉപരിപഠനത്തിനുള്ള സ്ഥാപനങ്ങളൊക്കെ അന്വേഷിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അങ്ങനെ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മക്കളുടെ പഠനവും ഭാവിയും വളരെ പ്രധാനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതേസമയം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ, മക്കളുടെ ഉപരിപഠനത്തിനുള്ള സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ദീനീ ജീവിതം അവിടെ എത്രത്തോളം ഭദ്രമാണ് എന്ന് കൂടി നമ്മൾ പരിഗണിക്കണം. ഇബാദത്തുകൾക്കുമുള്ള അവസരം അവിടെ ഉണ്ടോ? അവിടുത്തെ അറ്റ്മോസ്ഫിയർ, കുട്ടികൾ ജീവിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പല മക്കളും അരുതായ്മകളിൽ അകപ്പെടുന്നതിൽ അവരുടെ ഫ്രണ്ട് സർക്കിളിന് വലിയ പങ്കുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കൂട്ടുകെട്ടുകളിലാണ് പലപ്പോഴും, അത്തരം കൂട്ടുകെട്ടുകളിൽ അല്ല എന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടുകളാണ് നമ്മളുടെ മക്കൾക്കുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നാളെ പരലോകത്ത് മനുഷ്യൻ ഖേദത്തോടുകൂടി വിരല് കടിക്കുന്ന ഒരു രംഗം ഞാൻ ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്തിൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വയൗമ യഹുല്ലു ളാലിമു അലാ യദൈഹി, ധിക്കാരികളെന്ന് കൈകടിച്ചു പോകുമെന്നാണ്, വിരല് കടിച്ചു പോകുമെന്നാണ്. എന്നിട്ട് പറയും, യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല, പടച്ചവനെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പിന്തുടർന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്ത, എന്റെ നാശം, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളുകളുമായി കൂട്ടുകൂടിയത് കൊണ്ടാണല്ലോ എനിക്ക് ഗതി സംഭവിച്ചത്. അവരുമായി കൂട്ടുകൂടിയില്ലായിരുന്നുവെങ്കിൽ, അവരുടെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. എന്റെ നാശമാണല്ലോ ഞാൻ അത് ക്ഷണിച്ചു വരുന്നത്. ലഖദ് അദല്ലനി അനി ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന്
പടച്ചവനോടുള്ള ഭയവികാരത്തിൽ നിന്ന്, അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ നിന്ന് എന്നെ അലസമാക്കിയത്, എന്നെ വഴിതെറ്റിച്ചത് അവരാണല്ലോ. ഇത് ജാഅനി, എനിക്കതൊക്കെ നേരത്തെ എന്റെ പ്രാഥമികമായ ജീവിതത്തിൽ എനിക്ക് എന്റെ മാതാപിതാക്കൾ നൽകിയിരുന്ന, എന്റെ മദ്രസയിൽ ഞാൻ പഠിച്ചിരുന്ന, എന്റെ ഇസ്ലാമിക ജീവിതത്തിൽ എന്നെ തെറ്റിച്ചത് ഈ കൂട്ടുകെട്ടുകളാണല്ലോ എന്ന് മനുഷ്യൻ നാളെ പരലോകത്ത് വിലപിക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. വക്കാന ശൈത്വാനുൽ ഇൻസാനി ഖദൂല, പിശാച് മഹാവഞ്ചകൻ തന്നെയായിരുന്നു എന്ന് അവിടെ വെച്ച് തിരിച്ചറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ സംസാരം രണ്ടാഴ്ച മുമ്പ് ആരംഭിച്ചത് പൈശാചികമായ പ്രലോഭനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കാനുള്ള ശേഷി ആർജിക്കുന്നിടത്താണ്. അവിടെ തന്നെയാണ് ഞാൻ അവസാനിക്കുന്നത്. പൈശാചികമായ പ്രലോഭനങ്ങളുടെയും പ്രകോപനങ്ങളുടെയും പൈശാചികമായ വലയങ്ങളുടെ സാന്നിധ്യത്തിലുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തും ലോകത്തും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ആ അർത്ഥത്തിലുള്ള, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഇൽമിന്റെയും ഈമാനിന്റെയും അടിത്തറയിലുള്ള ഒരു ജീവിതം അവർക്ക് സാധ്യമാകാൻ ദുനിയാവിൽ അവർ എവിടെ എത്തിപ്പെട്ടാലും, വിദ്യാഭ്യാസത്തിലല്ല, അവരുടെ പ്രൊഫഷനുകളിലല്ല, ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ നമ്മുടെ മക്കൾ കടന്നു ചെന്നാലും എത്തുന്നിടത്തൊക്കെയും അള്ളാഹുവിന്റെ ദീനിനെ അഭിമാനത്തോടു കൂടി റെപ്രസെന്റ് ചെയ്യുവാനുള്ള, സമ്പൂർണ്ണ ദീനിനെ കൊണ്ടു നടക്കുവാനുള്ള പ്രാപ്തി നേടുന്ന വിദ്യാഭ്യാസമായിരിക്കണം അവർക്ക് ലഭിക്കേണ്ടത് എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മക്കളെയും എല്ലാവിധ പൈശാചിക പ്രലോഭനങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കാനുള്ള ഈമാനും കരുത്തും ഈമാനും അതിനുള്ള തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.